ഹലോ, ഇന്നത്തെ ഷോർട്ട് ലിസ്റ്റിന് എല്ലാവരും റെഡിയാണല്ലോ. ഇന്ന് നമ്മളിതാ ഈ സെൻറ്റൻസസ് ഒക്കെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡു ചേർത്താണ് പറയുന്നത്. അപ്പോൾ ഈ ഡു യൂസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ ഞാൻ ഇന്നൊരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? നമ്മൾ. ഇപ്പോൾ വി ആണല്ലോ. വി സ്റ്റഡി. നന്നായി പഠിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പോൾ വി സ്റ്റഡി വെൽ. നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ എന്നുള്ളതിന് വി, അത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് ആ വേർബ് ഉണ്ടല്ലോ, ക്രിയ, അതാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ പഠിക്കുക എന്നുള്ളതിന് ടു സ്റ്റഡി എന്നല്ലേ പറയുന്നത്, അതാണ് ഇവിടെ എഴുതുന്നത്. വി സ്റ്റഡി. എങ്ങനെയാണ് പഠിക്കുന്നത്? നന്നായി. നല്ലത് എന്നുള്ളതിന് ഗുഡ് എന്നാണ് പറയുക. പക്ഷെ നന്നായി ഒരു കാര്യം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെൽ എന്ന് വരണം. അപ്പോൾ വി സ്റ്റഡി വെൽ കേട്ടോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നല്ല, അല്ലേ? ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറയുകയാണ്, നമ്മൾ പൊതുവേ നന്നായി പഠിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരു ഫാക്റ്റ് പറയുകയാണ് ഞാനവിടെ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടെ ING ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതായത് വി ആർ സ്റ്റഡിയിങ് വെൽ എന്ന് പറയേണ്ടതില്ല എന്ന്. വി സ്റ്റഡി വെൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ടിപ്പ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമ്മളിവിടെ പറഞ്ഞത് വി സ്റ്റഡി വെൽ എന്നാണല്ലോ, പക്ഷെ സത്യത്തിൽ അവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, ഒരു വാക്ക്. എന്താണെന്ന് നിങ്ങൾക്ക് ഗെസ് ചെയ്യാമോ? അവിടെ സത്യത്തിൽ വി ഡു സ്റ്റഡി വെൽ എന്നാണ് ഉള്ളത്. നമ്മൾ പറയുന്നത് വി സ്റ്റഡി വെൽ എന്നാണ്, പക്ഷെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ഡു സ്റ്റഡി വെൽ എന്നാണ്. അപ്പോൾ ഡു അവിടെ നമ്മളെടുത്ത് പറയുന്നില്ല, കാരണം ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് അല്ല, അല്ലേ? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ? പഠിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അങ്ങനെയുള്ള സെൻറ്റൻസസ് പറയുമ്പോൾ നമ്മളൊരിക്കലും ഡു എന്ന് പറയില്ല, പക്ഷെ ഓർമ്മ വേണം അവിടെ ഡു ഉണ്ട് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാനിവിടെ ഡു ആണ് വരും എന്ന് പറഞ്ഞത്, ഡസ് അല്ല, അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടുത്തെ വേർബ് നോക്കിയേ, വി സ്റ്റഡി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്റ്റഡീസ് എന്ന് വന്നില്ലല്ലോ. അപ്പോൾ വേർബിൽ എസ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഈ ഒരു വാക്ക് വരുന്നതും ഡസ് അല്ല, ഡു ആണ് കേട്ടോ. അപ്പോൾ വേറൊരു സെൻറ്റൻസ് ഞാൻ പറയാം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. എങ്ങനെ പറയും? ഐ ലൈക്ക് ഐസ്ക്രീം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതി കാണിക്കാം. ഞാൻ പറഞ്ഞത് ഐ ലൈക്ക് ഐസ്ക്രീം എന്നാണല്ലോ. ഞാനിവിടെ അങ്ങനെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഐ ഡു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഓർമ്മ വേണം, സത്യത്തിൽ അവിടെ ഒരു ഡു ഉണ്ട്. ഐ ഡു ലൈക്ക് ഐസ്ക്രീം എന്നാണ് അവിടെ ശരിക്കും ഉള്ളത്, പക്ഷെ നമ്മൾ പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ നമുക്ക് ശരിക്കും ആ ഡു പറയേണ്ടി വരും. അതെപ്പോഴാണെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്നോട് പറയുകയാണ്, നിങ്ങൾ നന്നായി പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായിരിക്കും പറയുക? ഇല്ല ഞങ്ങൾ നന്നായി പഠിക്കുന്നുണ്ടെന്നേ എന്ന് നമ്മളൊരു ഉറപ്പോടെ, ആ ഒരു ബലത്തോടെ പറയില്ലേ, ആ ഒരു ഊന്നൽ കൊടുത്തോണ്ട് പറയില്ലേ? അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഡു പറയേണ്ടി വരും. വി ഡു സ്റ്റഡി വെൽ എന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ അല്ലാത്തപ്പോൾ നമ്മൾ പറയുന്നില്ലെങ്കിലും ഡു ഉണ്ടെന്ന് ഓർത്തേക്കണം. അതൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അടുത്തത് നോക്കി, നമ്മൾ നന്നായി പഠിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നുകയാണ് നമ്മൾ നന്നായി പഠിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെ പറയും? നോട്ട് ചേർക്കണം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എവിടെയാണ് ഈ നോട്ട് ചേർക്കുക? ഈ വെറുതെ ഈ ഡു ഇവിടെ ഇല്ലെന്നുള്ളത് ഓർത്തേക്കണം കേട്ടോ. നമ്മൾ പറയുന്നില്ലല്ലോ, ഡു എഴുതി കാണിച്ചെന്നല്ലേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഡു ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നോട്ട് ചേർക്കുക? വി നോട്ട് സ്റ്റഡി വെൽ എന്ന് പറയാൻ പറ്റില്ല. അവിടെ ആ നോട്ട് ചേർക്കുന്നത് ഈ ഒളിച്ചിരിക്കുന്ന ആളുടെ അടുത്താണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ ഡു നോട്ട് എന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ ഞാൻ പറയുക? വി നമ്മൾ വി പഠിക്കുന്നില്ല എന്നല്ലേ? ഡു നോട്ട് സ്റ്റഡി. ഡു നോട്ട് സ്റ്റഡി വെൽ. നമ്മൾ നന്നായി പഠിക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നി, അപ്പോൾ നമ്മൾ പറഞ്ഞു വി ഡു നോട്ട് സ്റ്റഡി വെൽ. അവിടെ ഒരു കാര്യമുണ്ട്, ഈ ഡു നോട്ട് എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ സാധാരണ സംസാരിക്കില്ലേ, സ്പോക്കൺ ഇംഗ്ലീഷ്, അവിടെ ഒരിക്കലും ഡു നോട്ട് എന്നല്ല പറയുക, വി ഡോണ്ട് സ്റ്റഡി വെൽ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതേ അർത്ഥമാണ് നമ്മളിവിടെ ഡോണ്ട് എന്ന് ഉപയോഗിക്കുമ്പോഴും കിട്ടുന്നതെന്ന് ഓർക്കണം കേട്ടോ. വി ഡു നോട്ട് സ്റ്റഡി വെൽ അല്ലെങ്കിൽ വി ഡോണ്ട് സ്റ്റഡി വെൽ, അതാണ് കൂടുതൽ കോമൺ ആയിട്ട് നമ്മൾ പറയുക, ഡോണ്ട്. ഇനി ചോദ്യം ചോദിക്കണം, നമ്മൾ നന്നായി പഠിക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ചോദിക്കുകയാണ്, നമ്മൾ നന്നായി പഠിക്കുന്നുണ്ടോ? ആ ചോദ്യം ചോദിക്കാൻ അവിടെയും നമുക്ക് ഡൂവിൻ്റെ ആവശ്യം വരും. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ കണ്ടില്ലേ, വി ഡു സ്റ്റഡി വെൽ, അവിടെ ഡു ഉള്ളതൊന്നും എഴുതി ഓർക്കാൻ ഞാൻ പറഞ്ഞില്ലേ?
അതിൻ്റെ സഹായം നമുക്ക് ഫീൽ ചെയ്യും. ഇത് രണ്ടും നമ്മളൊന്ന് തിരിച്ചിട്ടാൽ മതി. കണ്ടോ? അപ്പോൾ എങ്ങനെ കിട്ടും? ഡു വി സ്റ്റഡി വെൽ? അങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യത്തിൽ ഡു കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തെഴുതും? ഡു വി സ്റ്റഡി വെൽ? നമ്മൾ നന്നായി പഠിക്കുന്നുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നുകയാണ്. ചോദ്യം കിട്ടി കേട്ടോ. ഇനി അടുത്തതും ഒരു ചോദ്യമാണ്. നമ്മൾ നന്നായി പഠിക്കുന്നില്ലേ? അങ്ങനെയും ചോദിക്കാമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നന്നായി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഈ സെൻറ്റൻസ്, അവിടെ നിന്നാണ് നമുക്ക് ഈ ചോദ്യം കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് വി ഡു നോട്ട് സ്റ്റഡി വെൽ എന്ന് കിട്ടിയില്ലേ, അത് നമ്മളൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഡു വി നോട്ട് സ്റ്റഡി വെൽ? ചോദ്യം കണ്ടോ? നോക്കൂ, ഡു വി നോട്ട് സ്റ്റഡി വെൽ? നമ്മൾ എന്താ നന്നായി പഠിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. അല്ലെങ്കിൽ നമുക്കിവിടെ ഡോണ്ട് വെച്ച് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെയും പറയാം. ഡോണ്ട് വി സ്റ്റഡി വെൽ? അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഡു വി നോട്ട്, അല്ലെങ്കിൽ ഡോണ്ട് വി സ്റ്റഡി വെൽ, അങ്ങനെയും ചോദ്യമാവാം. ഇനി എന്തുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കുന്നില്ല? നമ്മൾ ആലോചിക്കണം, എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ട്? അപ്പോൾ അവിടെ ഒരു കാരണം ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ഏതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് യൂസ് ചെയ്യാമെന്നറിയാലോ? വൈ വരണം. എന്തുകൊണ്ട്? അപ്പോൾ എന്താ പറയുക? വൈ. ഇതൊന്ന് ഞാൻ മായ്ച്ചു കളഞ്ഞേക്കാം, നമുക്ക് എഴുതാൻ സ്ഥലം വേണമല്ലോ. വൈ ഡോണ്ട് വി സ്റ്റഡി വെൽ? ചോദ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് കണ്ടോ? എന്തുകൊണ്ട്? വൈ എന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡു ആണ് ഉപയോഗിച്ചത്, കാരണം ഇവിടെ വന്നത് വി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, സാധാരണ നമ്മൾ ഐ, ഇവിടെ ഞാൻ എഴുതുകയാണ് കേട്ടോ, ഐ, വി, യു, ദേ, ഇങ്ങനെയുള്ള സബ്ജക്റ്റ് വരുമ്പോൾ, ഇങ്ങനെയുള്ളതിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡു ആണ് ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ പറ്റി എപ്പോഴെല്ലാം പറയുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ഡു ആണ് ചേർക്കുക. ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് റൈസ്. കുട്ടികൾക്ക് ചോറ് ഇഷ്ടമല്ല. ചിൽഡ്രൻ ഡോണ്ട് ലൈക്ക് റൈസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ചിൽഡ്രൻ കുട്ടികളല്ലേ, അപ്പോൾ ഡോണ്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡസ് വരുമ്പോൾ കാര്യങ്ങൾ മാറുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അവൾ എന്നും വീട് വൃത്തിയാക്കാറുണ്ട്. അതെങ്ങനെയാണ് പറയുക? ഇവിടെ നമ്മൾ അവളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഷീ എന്ന് പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങേണ്ടത് അല്ലേ? അപ്പോൾ നമുക്കത് നോക്കാം. ഷീ ആദ്യം എഴുതാം, അവൾ എന്നുള്ളതിന് ഷീ. അത് കഴിഞ്ഞ് അവൾ എന്താ ചെയ്യാറുള്ളത്? വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ വൃത്തിയാക്കുക എന്നുള്ളതിന് ടു ക്ലീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവൾ ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്നത് ഷീ ക്ലീൻസ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണേ, ഷീ ക്ലീൻസ്. വീട് എന്നുള്ളതിന് ഹൗസ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അവളുടെ വീടിനെ പറ്റി ആയിരിക്കാം പറയുന്നത്, ഒരു പ്രത്യേക വീടിനെ കുറിച്ചല്ലേ, അതുകൊണ്ട് നമ്മൾ ദ ഹൗസ് എന്ന് പറയണം. വെറുതെ ഹൗസ് എന്ന് പറഞ്ഞാൽ പോരാ കേട്ടോ. ഷീ ക്ലീൻസ് ദ ഹൗസ്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? എന്നും. എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? എന്നും. അതാണ് അവസാനം വരുന്നത്. അപ്പോൾ ഷീ ക്ലീൻസ് ദ ഹൗസ് എവ്രി ഡേ. അതും നമ്മൾ പറയണം, എവ്രി ഡേ, എന്നും ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെയും ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. ആരാന്നറിയാമോ? ഡസ് ആണ് ആൾ. കാരണം ഇവിടെ നമുക്ക് ക്ലീൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഡസ് എന്ന് പറഞ്ഞൊരാൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിവിടെ എങ്ങാനും ഡസ് എന്നുള്ളത് ശരിക്കും പറയുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എസ് ഇവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഡസ് പറയുന്നില്ല, അതുകൊണ്ട് ഷീ ക്ലീൻസ് ദ ഹൗസ് എവ്രി ഡേ എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ ആളോട് പറയാണ്, നിങ്ങൾ എന്നും വീട് വൃത്തിയാക്കാറില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? ഞാൻ എന്നും വീട് വൃത്തിയാക്കാറുണ്ടെന്നേ, ഞാൻ ചെയ്യാറുണ്ടെന്നേ എന്ന് ഉറപ്പിച്ച് പറയില്ലേ? അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഷീ ഡസ് ക്ലീൻ ദ ഹൗസ്. കണ്ടോ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു നോക്കിയേ? ഷീ ഡസ് ക്ലീൻ ദ ഹൗസ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഡസ് വരികയാണെങ്കിൽ പിന്നെ ക്ലീൻസ് പറയരുത്. ഇവിടെ എസ് നമ്മൾ ചേർത്തു അല്ലേ? ഡൂവിൻ്റെ കൂടെ എസ് ചേർത്തപ്പോഴാണ് ഈ എസ് കൂടെ ചേർന്ന് ഡസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ എസ് ചേർത്തത് കൊണ്ട് പിന്നെ ഇവിടെ ഇനി എസ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിൽ ഷീ ക്ലീൻസ് എന്ന് പറഞ്ഞത്. ഡസ് ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ എസ് ചേർത്തു. ഷീ ക്ലീൻസ് ദ ഹൗസ്. പക്ഷെ ഓർക്കുക, അവിടെ ഒരു ഡസ് ഉണ്ട്. ആ ഡസ് ഇനി നമുക്ക് ആവശ്യം വരും. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി അവൾ എന്നും വീട് വൃത്തിയാക്കാറില്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് ആക്കണം. അവിടെ നമുക്ക് ഈ ഡസിൻ്റെ ആവശ്യം വരും. അപ്പോൾ എന്താ പറയാമെന്നറിയാമോ? ഷീ ഡസിൻറ്റ്
കണ്ടോ, ഡസ് നോട്ട് ആണേ, അതാണ് ഈ ഡസിൻറ്റ്. ഷീ ഡസിൻറ്റ് ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ. ഷീ ഡസിൻറ്റ് ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ. അവൾ എന്നും ഒന്നും വീട് ക്ലീൻ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ വന്നതെന്ന് കണ്ടോ, ഡസ് നോട്ട്, ഡസ് വന്നതുകൊണ്ട് ഇവിടെ എസ് നിങ്ങൾ മാറ്റി. ഇവിടെ എസ് ഇല്ല, കണ്ടോ, അതാണ് എസ് മാറാനുള്ള കാരണം. ഇവിടെ ഡസ് നമ്മൾ പറയാത്തത് കൊണ്ടാണ് ഷീ ക്ലീൻസ് നമ്മൾ പറഞ്ഞത്. ഡസ് രംഗത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വേർബിൽ നിന്ന് നമ്മൾ എസ് മാറ്റണം. മനസ്സിലായല്ലോ? ഇനി അവൾ എന്നും വീട് വൃത്തിയാക്കാറുണ്ടോ ചോദിക്കുകയാണേ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഡസ് വെച്ച് ചോദ്യം തുടങ്ങും. നമ്മൾ പലതവണ അത് കണ്ടതല്ലേ. അപ്പോൾ എങ്ങനെയാണ് വരിക ചോദ്യം? ഡസ് ഷീ, ഡസ് ഷീ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഡസ് ഷീ ക്ലീൻസ് ആണോ ക്ലീൻ ആണോ? ക്ലീൻ ആണ്. ഇവിടെ എസ് വന്നു, ഇനി ക്ലീൻസ് പാടില്ല. ഡസ് ഷീ ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ? അതേ ചോദ്യം കേട്ടോ, അതാ ഞാൻ മുഴുവൻ എഴുതാത്തതേ. ഡസ് ഷീ ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ? ഇപ്പോൾ ചോദ്യം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇനി അവൾ എന്നും വീട് വൃത്തിയാക്കാറില്ലേ? അതെങ്ങനെ ചോദിക്കും? അവൾ എന്നും വൃത്തിയാക്കാറില്ല എന്നെങ്ങനെയാണ് പറഞ്ഞേ? ഷീ ഡസിൻറ്റ് അല്ലേ? അത് വെച്ച് ചോദ്യം ചോദിച്ചാൽ മതി. ഡസിൻ ഷീ തിരിച്ചിട്ടാൽ മതി. ഡസിൻ ഷീ, ഡസിൻ ഷീ ഓർക്കണം കേട്ടോ, ക്ലീൻസ് ഇല്ലാട്ടോ. ഇനി ഡസിൻ ഷീ ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ? അവൾ എന്നും ഒന്നും വീട് വൃത്തിയാക്കാറില്ലേ? ഡസിൻ ഷീ ക്ലീൻ ദ ഹൗസ് എവ്രി ഡേ? ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ചോദ്യം വന്നതെന്ന്? അപ്പോൾ ഈ ഡസ് വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ അവൾ, ഷീ വന്നപ്പോൾ ഡസ് വന്നു. അതേപോലെ ഹീ വരുമ്പോഴും ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഹീ അവൻ, അല്ലെങ്കിൽ അയാൾ. അവൾ എന്ന് പറയുന്ന ഷീ, അല്ലെങ്കിൽ അത് എന്ന് പറയില്ലേ ഇറ്റ്, അപ്പോഴും ഡസ് ആണ് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ രേണു എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറയുക. രേണു ഒരാളേ ഉള്ളൂ, അപ്പോൾ രേണു ഡസ് എന്ന് ചേർത്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക. രേണു ഡസിൻ ലൈക്ക് ഐസ്ക്രീം. രേണുവിന് ഐസ്ക്രീം ഇഷ്ടമല്ല. രേണു ഡസിൻ ലൈക്ക് എന്നാണ് പറഞ്ഞത്, ഡസിൻ ലൈക്സ് അല്ല കേട്ടോ. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്നെ അറിയിക്കൂ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.